അസ്സലാമുഅലൈക്കും, വെൽക്കം ബാക്ക് ഫിൽസ കുക്കിംഗ് റെസിപ്പീസ്. നമുക്കിന്ന് ചോറിന് കൂട്ടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പച്ച ഏത്തക്കായ ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മീഡിയം സൈസ് 4 പച്ച നേന്ത്രക്കായ എടുത്തിട്ട് ഇതുപോലെ ചെരിച്ചിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. സ്റ്റീമറിലിട്ടിട്ട് ഇതൊരു 5 മിനിറ്റ് വേവിച്ചിട്ടെടുക്കാം. ആ സമയം കൊണ്ട് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മസാലക്കൂട്ട് തയ്യാറാക്കിയെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ സൈസ് ഇഞ്ചി, 2 പച്ചമുളക്, ഒരു ചെറിയ സൈസ് സവാളിൻ്റെ പകുതി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ വലിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഒതുക്കിയെടുത്തിട്ട് കൊണ്ടുവരാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു ലെമൻ്റെ ജ്യൂസ്, കുറച്ച് വെള്ളം എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. വേവിച്ചെടുത്തിട്ടുള്ള ഈ നേന്ത്രപ്പഴം ഈ മസാലക്കൂട്ടിലൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇത് പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഈ വേവിച്ചത് കാരണം മെല്ലെ നമുക്ക് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണയോ ഓയിലോ എന്ത് വേണമെങ്കിലും ഒഴിച്ചെടുക്കാം. ഒഴിച്ചെടുത്തതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് വിട്ടിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നല്ലൊരു ടേസ്റ്റുള്ള ഒരു ഫ്രൈ ആണ് കേട്ടോ. ഇത് നേന്ത്രപ്പഴം പൊരിച്ചതാണെന്ന് വെച്ചിട്ട് ടേസ്റ്റ് ഇല്ലാതൊന്നുമില്ല, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നിങ്ങളിതൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ. നമുക്കിപ്പോൾ മഴയൊക്കെ വരുന്നത് കാരണം ചില സമയത്തൊക്കെ മീൻ കിട്ടാതൊക്കെ വരില്ലേ, അന്നേരമൊക്കെ ഇതുപോലെ ചോറിന് സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നന്നായിട്ട് ചോറ് തിന്നാൻ പറ്റും. അത്ര നല്ല ടേസ്റ്റുള്ളൊരു ഫ്രൈ ആണ് കേട്ടോ. ഇതിൽ ഫുള്ളായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് ഒരു സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ക്രിസ്പിയാണ് വേണ്ടുന്നതാണെങ്കിൽ ക്രിസ്പി ആക്കിയിട്ട് എടുക്കാം, ഇല്ലെങ്കിൽ സോഫ്റ്റാണ് വേണ്ടുന്നതാണെങ്കിൽ സോഫ്റ്റ് ആക്കി എടുക്കാം. കൂടുതൽ ഡ്രൈ ആക്കാണ്ട് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കാം. ഞാനിതിപ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 2 സൈഡും മുരിയുന്നത് വരെക്കും മറിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ചോറിന് സൈഡ് ഡിഷായിട്ട് കൂട്ടാൻ പറ്റിയ ഏത്തക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഓപ്ഷനിലാണ്. വെരി ടേസ്റ്റി. ഫ്രൈ ഒന്നും ഇല്ലെങ്കിലും നമുക്കിതുപോലെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ചോറുന്നാൻ പറ്റും. ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.